ഞാൻ സുകുമാരി. ഇന്നത്തെ വിഷയം ഓരോ നക്ഷത്രത്തിലും ജനിച്ചവർക്ക് ഉണ്ടാകാനിടയുള്ള അനുഭവങ്ങളെ പറ്റി ചില സൂചനകളാണ്. ആദ്യം അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യവും ആരോഗ്യവും ഉള്ളവരായാണ് കാണപ്പെടാറുള്ളത്. ബുദ്ധി സാമർഥ്യവും കഴിവും അവർക്ക് കൂടുതലായിരിക്കും. ഓർമ്മശക്തി കൊണ്ട് അനുഗ്രഹീതരായ ഇവർക്ക് കാര്യങ്ങൾ അപഗ്രഥിച്ച് പഠിക്കാനും സമചിത്തതയോടെ തീരുമാനങ്ങൾ എടുക്കാനും അസാധാരണമായ കഴിവുള്ളതായാണ് കാണപ്പെടുന്നത്. കരുതലോടെ മാത്രമേ അവർ തീരുമാനങ്ങൾ എടുക്കൂ. തീരുമാനങ്ങൾ എടുക്കാൻ അല്പം താമസം വന്നെന്ന് വരാം. പക്ഷേ എടുത്ത തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത്. ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങളും ഉണ്ടായാലും ആ തീരുമാനത്തിൽ നിന്ന് അവർ മാറാൻ തയ്യാറാകില്ല. മറ്റാരുടെയും സമ്മർദ്ദത്തിന് അവർ വഴങ്ങാറില്ല. സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും സന്നദ്ധത കാണിക്കും. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സമചിത്തത പാലിക്കുക ഇവരുടെ പ്രത്യേകതകളാണ്. അന്യർക്ക് ഉപദേശം കൊടുക്കാനും ദുഃഖിതരെ സമാധാനിപ്പിക്കാനും അസാധാരണമായ കഴിവ് ഈ നാളുകളിൽ ജനിച്ചവർക്കുണ്ടാകാം. പക്ഷേ സ്വന്തം കാര്യങ്ങളിൽ അന്യരുടെ ഉപദേശങ്ങൾ പരിഗണിച്ചെന്ന് വരില്ല. ആചാരമര്യാദകൾ പാലിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കും. സ്വന്തം കാര്യങ്ങളിൽ തികഞ്ഞ യാഥാസ്ഥിതികത്വം പാലിക്കും. യുക്തിക്ക് നിരക്കാത്ത ഒന്നും അംഗീകരിച്ചെന്ന് വരികയുമില്ല. ആശങ്കയും ആകുലതകളും മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നവരാണിവർ. കുടുംബാംഗങ്ങളുമായി അടുപ്പക്കുറവുണ്ടാകാം. കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് കാര്യമായ പ്രയോജനങ്ങൾ സിദ്ധിച്ചെന്നും വരികയില്ല. ഇതുമൂലം പരിശ്രമത്തിനനുസരിച്ചുള്ള സാമ്പത്തിക നേട്ടം ജീവിതത്തിൽ ഉണ്ടായെന്ന് വരികയില്ല. പക്ഷേ ജീവിതം പൊതുവെ സുഖകരമായിരിക്കും. പണം നോക്കാതെ ആഗ്രഹം തോന്നുന്ന സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ താല്പര്യവും കാണിക്കുന്നവരാണ് ഇക്കൂട്ടർ. ജീവിതത്തിൽ അടുക്കും ചിട്ടയും വേണമെന്ന് നിർബന്ധമുണ്ടാകും. പരിസരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ദാമ്പത്തിക ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ അപൂർണതയുള്ളതായിരിക്കും. ജീവിത പങ്കാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അത്ര സഹകരണം പലപ്പോഴും കിട്ടിയെന്നും വരികയില്ല. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധക്കുറവ് കാണിക്കും. ഉദരരോഗങ്ങൾ, വാദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയ ഉണ്ടാകാവുന്നവയാണ്. ഔഷധങ്ങൾ ഉപയോഗിക്കാൻ മടി കാണിക്കുന്നവരാണ്. പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാനും അങ്ങനെ രോഗശാന്തി വരുത്താനും ശ്രമിക്കാം. ഈ അശ്വതി നക്ഷത്രക്കാർ അവരുടെ ആദ്യത്തെ 3.5 വയസ്സ് വരെ കേതൂർ ദശയാണ്. അത് ചില രോഗപീഠകളൊക്കെ ഉണ്ടാകാം ഈ 3.5 വയസ്സിനുള്ളിൽ വരെ. അതിനുശേഷം 33.5 വയസ്സ് വരെ ശുക്ര ദശാകാലമാണ്. ഈ കാലം അവർക്ക് പൊതുവെ മെച്ചമുള്ളതായിരിക്കും. 23.5 വയസ്സ് മുതൽ 29.5 വയസ്സ് വരെയുള്ള കാലം അധ്വാനം കൂടുതലും അസ്വസ്ഥതയും നിറഞ്ഞതായിരിക്കും. പക്ഷെ ഈ കാലത്ത് ഭാവി ജീവിതത്തിന് ഉപകരിക്കുന്ന പലതും ചെയ്യാൻ കഴിഞ്ഞെന്നും വരാം. 29.5 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള കാലം ചന്ദ്രദശാകാലമാണ്. ചന്ദ്രന്റെ ഭാവസ്ഥിതിയൊക്കെ അനുസരിച്ച് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കാം. നല്ല ഭാവസ്ഥിതിയൊക്കെ ആണെങ്കിൽ അഭിവൃദ്ധികരവുമാകാം. തുടർന്ന് 46.5 വയസ്സ് വരെയുള്ള കാലത്ത് ധന അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും ആരോഗ്യം അത്ര മെച്ചമായിരിക്കില്ല. അതിനുശേഷം 64.5 വയസ്സ് വരെ സാമ്പത്തിക നേട്ടങ്ങൾ, സ്ഥാനമാനങ്ങൾ തുടങ്ങിയവ അനുഭവത്തിൽ വരാവുന്ന കാലമാണ്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും. 64.5 വയസ്സിന് ശേഷം പൊതുവെ ശാന്തവും സന്തോഷപൂർണമായ ജീവിതം നയിക്കാൻ സാഹചര്യം ഉണ്ടാകുന്ന നക്ഷത്ര ജാതകരാണ് അശ്വതി നക്ഷത്രക്കാർ. ഇപ്പോൾ ഈ 2025 മാർച്ച് 29 മുതൽ ഇവർ 7.5 ശനിയാണ് അവർക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുന്നത്. 12-ാം ഭാവത്തിൽ ശനി പ്രവേശിക്കുകയാണ്. അപ്പോൾ കാലം അത്ര നല്ല അനുകൂലമായെന്ന് വരില്ല. കാലം അനുകൂലമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ
പരിപൂർണ ശ്രദ്ധ അവർക്ക് അത്യാവശ്യമാണ്. പരിപൂർണമായ ശ്രദ്ധ സാമ്പത്തിക കാര്യങ്ങളിലും അവർ പാലിക്കേണ്ടതായിട്ടുണ്ട്. കാലം അനുകൂലമല്ല എന്ന് കരുതി എല്ലാ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നല്ല വണ്ണം ചിന്തിച്ചതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കുക. അവർക്ക് അതിൽ നിന്നും മേന്മയുണ്ടാകും. എടുത്തുചാട്ടം ഒഴിവാക്കുക. നന്ദി, നമസ്കാരം.